അവൻ കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിലൊന്നും കയറുന്നില്ല അത്ര. മാത്രമല്ല അവിടെ കോച്ചിങ് സെന്ററിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസത്തെ പരീക്ഷയ്ക്ക് പല ദിവസങ്ങളിലും അവൻ അവിടെ ചെന്നിട്ടില്ല. ഒന്നും പറയണ്ട പക്ഷെ ഒരു അനുസരണയില്ല. ഇപ്പോൾ രാത്രിയൊക്കെ ഉറങ്ങാതിരിക്കും, എന്നിട്ട് രാവിലെ കിടന്നുറങ്ങും. എൻ്റെ മോനിപ്പോ ഒന്നും കഴിക്കാറ് പോലും ഇല്ല. അതെല്ലേ ശീതള, ഞാൻ പറയുകൊണ്ടൊന്നും തോന്നരുത്. കുറച്ചു ദിവസമായിട്ട് ആൾക്കാരൊക്കെ അരുണിനെ കുറിച്ച് പറയണതേ അവൻ കഞ്ചാവ് വലിക്കണ്ടെന്നാ. എന്നാ മാഷ ഈ പറയണ? അവൻ ചെറുതല്ലേ മാഷ, അവനതൊന്നും അറിഞ്ഞോടാ. അങ്ങനെ ഒരു സംസാരം ഉണ്ട് നാട്ടിൽ. അതെ, നിങ്ങൾ പറഞ്ഞത് വെച്ച് അവന്റെ സ്വഭാവത്തിൽ മാറ്റമൊക്കെ കാണുമ്പോ അവൻ കഞ്ചാവ് ഉപയോഗിക്കണ്ടോന്ന് ഒരു സംശയം. നിങ്ങൾ അവരോടൊന്നും ചോദിക്കാറില്ലേ? എൻ്റെ രാഘവേട്ട, ഞാൻ വീണതിന് ശേഷം ഈ സെക്യൂരിറ്റി പണിക്ക് പോയിട്ടാ ഈ കുടുംബം നോക്കണം. എനിക്ക് ഇവർ രണ്ടാളെ അന്വേഷിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. പിന്നെ കാര്യങ്ങളൊക്കെ നോക്കണത് അവളാണ്. അവളിന് അവന് പേടിയില്ല. പിന്നെ ആരോടാ പറയണേ? എന്താ വെച്ചാൽ ഒരു അക്ഷരം മിണ്ടണില്ല ഭാഷ, എപ്പോഴും ദേഷ്യമാണ്. എന്തായാലും ഞാൻ പഠിപ്പിച്ച കുട്ടിയല്ലേ, ഞാനൊന്ന് സംസാരിച്ചു നോക്കിയാലോ? അതിനുവേണ്ടി ഞാൻ മാഷിനെ വിളിപ്പിച്ചേ. മാഷൊന്ന് അന്വേഷിച്ചു. ആ ആരാന്നൊന്നും അറിഞ്ഞൂടാ, ഇടയ്ക്കിടയ്ക്ക് വരും. ചിലപ്പോ അവൻ അവരുടെ കൂടെ പോവുകയും ചെയ്യും. അപ്പൊ ആരാന്ന് ചോദിക്കണ്ടേ? ചോദിക്കാറുണ്ട്, ഒന്നും പറയാറില്ല. കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോഴാ കസേരയൊക്കെ എടുത്തെറിഞ്ഞ് ബഹളമായത്. ഇതിനൊക്കെ എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് അറിയാണ്ടല്ല മാഷെ. പക്ഷെ അവനോട് കയർക്കണ പോയിട്ട് ഈ സ്റ്റെപ്പും കൂടി ഒന്ന് സൂക്ഷിക്കാതെ ഇറങ്ങാൻ എനിക്ക് പറ്റില്ല. അരുണേ, നീ അങ്ങോട്ടാ? അത് ചോദിക്കാൻ താനാരാ? പൈസ താടാ, പൈസ താടാ, പൈസ അല്ലേ നീ? പൈസ പൈസ താടാ, മുണ്ടെന്തിനാ നിനക്ക്? അതേ, നിങ്ങളിനിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മോൻ്റെ കാര്യത്തിലിപ്പോൾ എല്ലാം ഓക്കെയാണ്. ആ മരുന്ന് തുടരണം. പിന്നെ വീട്ടിൽ ചെന്നാൽ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്, ചീത്ത പറയരുത്. കൂടുതൽ സ്നേഹം കാണിക്കുക. ഓനെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും അവൻ എങ്ങനെയാണ് ഈ കൂട്ടത്തിലൊക്കെ പോയി പെട്ടേന്നാണ്. അതേ, നിങ്ങളെ മോൻ മാത്രമല്ല ഇങ്ങനത്തെ ഓരോ കൂട്ടത്തിൽ പോയി പെട്ടത്. ഇഷ്ടം പോലെ കേസാണ് എൻ്റെ ക്ലിനിക്കിലേക്ക് വരുന്നത്. നമ്മുടെ കേരളവും ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലപ്പോൾ എന്തൊക്കെ ടൈപ്പ് സാധനങ്ങളപ്പം നാട്ടിൽ കിട്ടാനുള്ളത് വെച്ചിട്ടാണ്. LSD, MDMA, ഹെറോയിൻ, ആസിസ്, നാടൻ കഞ്ചാവ് ഇഷ്ടം പോലെ, പിന്നെ മാജിക് മഷ്റൂം. പിന്നെ ഇതിനൊക്കെ പുറമെ സ്കൂൾ കുട്ടികളെ പഞ്ചറൊട്ടിക്കുന്ന പശ, വൈറ്റ്നർ, ഫെവിക്വിക്ക് വരെ ലഹരിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പോൾ ഗുളികയായിട്ട് കിട്ടും, മുട്ടായി ആയിട്ട് കിട്ടും.
പിന്നെ സ്റ്റാമ്പിന്റെ രൂപത്തിൽ നാവിന്റെ മേലെ ഒന്ന് തൊട്ടാൽ മതി, മണിക്കൂറുകൾ ബോധം കെട്ടി കടന്നു പോകും. ഇത് സത്യത്തിൽ ഇവർക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ എന്താ ശരിക്കും എന്താ ഒരു ഇത് കിട്ടുന്നത് സാറേ ഇവർക്ക്? അതായത് തുടക്കത്തിലൊക്കെ ഇവർക്കൊരു ലഹരി, ഒരു ആനന്ദം കിട്ടുന്നുണ്ടെന്നാണ് പറയണത് തുടക്കത്തിൽ. അപ്പോൾ ഒരു തവണ ഉപയോഗിച്ച ഒരു കുട്ടിക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ അഡിക്റ്റ് ഒന്നും ആയില്ലല്ലോ, എനിക്ക് ഒന്നും കൂടി ഇത് ഉപയോഗിച്ചാൽ എന്താണെന്നൊക്കെ തോന്നുമ്പോൾ ഇവൻ ഒന്നും കൂടി ഇത് തേടി പിടിച്ച് ഉപയോഗിക്കും. പിന്നെ ഇതിൻ്റെ സമയം ഇങ്ങനെ കുറഞ്ഞു കുറയും. ഈ ഒരു മാസത്തിൽ എന്നുള്ളത് 2 ആഴ്ച കൂടുമ്പോൾ കിട്ടണം തോന്നും, ഒരാഴ്ച കൂടുമ്പോൾ കിട്ടണം തോന്നും. അങ്ങനെ ഇതിനിട്ട് അഡിക്റ്റ് ആവും. ഈ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പിന്നെ ഇത് കിട്ടാണ്ട് പറ്റൂല. പിന്നെ ഇവർ ഇങ്ങനെ ഡൗൺ ആയിട്ട് താഴോട്ട് പോകും. അപ്പോൾ ഇവർക്ക് വിഷാദ രോഗം വരും. ഈ വിഷാദ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഒരു നോർമൽ മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഇവരിത് ഉപയോഗിക്കാൻ ശ്രമിക്കും. ഈ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സാധനം കിട്ടിയില്ലെങ്കിൽ ഇവരങ്ങോട്ട് വയലൻ്റ് ആവും. പിന്നെ വല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ അരുണവാ, കൊണ്ടിരിക്കി മോനെ, കൊണ്ടിരിക്കി. നിങ്ങളിനി കരയല്ലേ? ഉഷാറല്ലേ? ഉഷാറായിട്ടിരിക്കി. കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. പഴയ കാര്യത്തെ കുറിച്ചൊന്നും ഇനി ചിന്തിക്കണ്ട കേട്ടോ. അൻ്റെ ഒരു ഇത്തിരി നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ഈ അച്ഛനും അമ്മയാണ്. പിന്നെ അയ്യോ, ഇതൊക്കെ വല്ല സിനിമയിലോ നഗരങ്ങളിലൊക്കെ ഉണ്ടാവുള്ളൂ എൻ്റെയൊക്കെ ധാരണ ഉണ്ടായിരുന്നു ഡോക്ടറെ. അപ്പം നമ്മളൊക്കെ താമസിക്കുന്ന ഈ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് വരെ ഈ ദുരന്തം എത്തിയെന്ന് പലരും അങ്ങനെ വിചാരിക്കില്ല. ഇതൊക്കെ അറിയാത്ത കുറേ മാതാപിതാക്കളുണ്ടേ. പിന്നെ ശീതള, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടുന്ന് ഇപ്പോൾ ഒരു ക്ലിനിക്കിൽ നിന്ന് ട്രീറ്റ്മെൻ്റ് എടുത്തൊക്കെ പുറത്ത് പോകുന്ന ആൾക്കാരെ കുറിച്ച് നാട്ടുകാർ പലതും പറയും. നമ്മളെ നാട്ടുകാരെ കഥയല്ലേ, അറിയാലോ. അപ്പം അതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് ഇവനെയും കൂട്ടിയിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒന്ന് പോയി താമസിക്കുക. കുറച്ച് കാലത്തേക്ക് തോന്നൊരു സന്തോഷമാവും. അത് വേണ്ട ഡോക്ടർ. ഈ ഒരു കാരണത്തിന് ഞങ്ങൾ ഇവിടുന്ന് ഒളിച്ചോടാൻ ഉദ്ദേശിക്കണില്ല. ഇവനെ കൊണ്ട് നാട്ടിലും ഞങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ട് അവനെ കൊണ്ട് തന്നെ ഞങ്ങൾ മാറ്റിയിടിപ്പിക്കും. അതൊരു നല്ല തീരുമാനം.